പരീക്ഷ റദ്ദ് ചെയ്തു എന്നുള്ള വാർത്ത വളരെ ആശങ്കാജനകമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. SFI ഈ ദിവസങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ ലാഘവത്തോടു കൂടിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കാജനകമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. രാജ്യത്ത് ഈ മാസം മെയ് 3-ാം തീയതി നടന്ന നീറ്റ് എക്സാം റദ്ദ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ മെയ് മാസം 3-ാം തീയതി രാജ്യത്ത് ഏകദേശം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അവർ ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ടുള്ളത്. അങ്ങനെ ആ എക്സാം എഴുതി ഇപ്പോൾ പുറത്തു വരുന്നത് ആ എക്സാം റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലെ കാരണം എന്നുള്ളത് പരീക്ഷയ്ക്ക് മുന്നേ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതാണ്. ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് മെയ് 3-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അതേ സാമ്യമുള്ള ചോദ്യപേപ്പറുകൾ പരീക്ഷ നടക്കുന്നതിന് മുന്നോടിയായി പല കോച്ചിങ് സെൻ്ററുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രചരിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആകെ നീറ്റ് പരീക്ഷയിൽ 180 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. അതിൽ 135ഓളം ചോദ്യങ്ങളും യഥാർത്ഥ പരീക്ഷയിൽ ചോദിച്ച അതേ ചോദ്യങ്ങളോട് സാമ്യമുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കേന്ദ്ര സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇത് ആദ്യമല്ല നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നത്. സമീപകാലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് വളരെ ലാഘവത്തോടു കൂടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പല പ്രവേശന പരീക്ഷകളെ നോക്കിക്കാണുന്നത്. രാജ്യത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവേശന പരീക്ഷയാണ് മെഡിക്കൽ രംഗത്തുള്ള നീറ്റ് എക്സാം എന്നുള്ളത്. പക്ഷേ അതിനെപ്പോലും അത്രയും ഗൗരവത്തോടു കൂടി കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനോ അത് നടത്തുന്ന നീറ്റ് പരീക്ഷ ഉൾപ്പെടെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ പിഴവാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഇത്തരം പ്രവണതകളെ എതിർക്കപ്പെടേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഒരുപാട് കാലത്തെ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ഉറക്കമൊഴിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് പ്രയത്നം കൊണ്ട് അവർ തൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള നീറ്റ് എക്സാമിൻ്റെ പരീക്ഷ റദ്ദ് ചെയ്തു എന്നുള്ള വാർത്ത വളരെ ആശങ്കാജനകമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. SFI ഈ ദിവസങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ ലാഘവത്തോടു കൂടിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ നിലയിലേക്ക് നീറ്റ് എക്സാം നടക്കുന്നതിന് മുന്നേ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിനകത്ത് ഈ ചോദ്യപേപ്പർ ചോരുന്നതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുള്ള ആളുകൾ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവാം എന്നുള്ളതാണ്. പല കോച്ചിങ് സെൻറ്റർ മാഫിയകളുമായിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളും വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ നിലയിലേക്ക് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ തന്നെയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രതിഷേധാത്മകമാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് SFI മുന്നോട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.